ബഹുമാന്യരെ, വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഒരു ലൈവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ക്രിസ്തീയ ശുശ്രൂഷകനും തന്റെ ശുശ്രൂഷയുടെ ജീവിതത്തിലെ കഷ്ടതകളും എന്നുള്ള വിഷയമാണ്. വളരെ പ്രയോജനകരമായ എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകന്മാരും ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട മനോഹരമായ ഒരു ഉപദേശ സത്യമാണിത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്കിൽ വായിക്കുമ്പോൾ, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. എഫേസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ദീർഘകാലം കർത്താവിന്റെ മഹത്വരമായ സുവിശേഷത്തിന് സാക്ഷ്യം പറഞ്ഞ ശേഷം അപ്പോസ്തലനായ പൗലോസ് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് യെരുശലേമിലേക്ക് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി പോകുവാൻ തുടങ്ങുകയാണ്. അവിടുന്ന് യെരുശലേമിൽ നിന്ന് കഷ്ടനഷ്ടങ്ങളിൽ കൂടെ റോമൻ സാമ്രാജ്യത്തിലേക്കും കർത്താവിന്റെ സാക്ഷിയായി പോകാൻ തുടങ്ങുന്ന ഈ പൗലോസ് എഫേസോസിലെ സഭകളിൽ നിന്ന് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് തന്റെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ ശുശ്രൂഷ എങ്ങനെയായിരുന്നുവെന്ന് ആ സഹോദരന്മാരുടെ മുമ്പാകെ സാക്ഷിക്കുകയും താൻ പോയ ശേഷം ഈ സഭയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ള ഉപദേശം അവർക്ക് നൽകുകയും അതിനുശേഷം പ്രാവചനികമായി ആ സഭയിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു വേദഭാഗമാണ് 20-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ അതിപ്രധാനമായി ഞാൻ ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു ക്രിസ്തീയ ശുശ്രൂഷകനും തന്റെ ശുശ്രൂഷയിലെ വൈവിധ്യങ്ങളായ കഷ്ടതകളും പരിശോധനകളും എന്നുള്ള വിഷയമാണ്. വാസ്തവത്തിൽ ഇന്ന് ക്രൈസ്തവ ലോകത്ത് ധാരാളം വ്യാജ ഉപദേഷ്ടാക്കന്മാരായ ആളുകളുണ്ട്. അവർ പറയുന്നത് അവരെ വാസ്തവത്തില് വളരെ തെറ്റായ സുവിശേഷമാണ് ലോകത്തോട് പ്രസംഗിക്കുന്നത്. അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് യാതൊരു വിധമായ കഷ്ടതകളും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, പരിശോധനകളും കഷ്ടതകളും എല്ലാം പിശാച് കൊണ്ടു തരുന്നത് ആണ് എന്നാണ് പഠിപ്പിക്കുന്നത്.
ജയിച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 29-30 വാക്യങ്ങൾ 4-ാധ്യായമുള്ള ഫിലിപ്പിയ ലേഖനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ ഉപദേഷ്ടാക്കന്മാർക്കും വിശ്വാസികൾക്കും ആശ്വാസം പകരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ്. അവിടെ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചപ്പോൾ നമുക്ക് ധാരാളം വരങ്ങൾ കൂടി ദൈവം നൽകിയിട്ടുണ്ട്. അതിൽ ഭാഷാവരങ്ങൾ ഉണ്ടാവാം, പ്രവചന വരങ്ങൾ ഉണ്ടായിരുന്നു, ഭാഷാവരങ്ങൾ ഉണ്ടായിരുന്നു, വിശ്വാസം എന്ന വരമുണ്ടായിരുന്നു, അങ്ങനെ ദാനം ചെയ്യുവാനുള്ള വരമുണ്ടായിരുന്നു, പലവിധമായ ബഹുവിധമായ വരങ്ങളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ദൈവം നൽകുന്ന മറ്റൊരു വരമാണ് കഷ്ടത സഹിക്കാൻ ഉള്ള വരം. ഇത് വിശദമായി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഷോർട്ട് വീഡിയോയിൽ സാധിക്കുകയില്ല. നമ്മൾ ഈ പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ ശൗലിന്റെ മാനസാന്തരത്തോട് ബന്ധപ്പെട്ടുള്ള സന്ദേശം, അവൻ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, അവൻ കണ്ണിന് കാഴ്ചയില്ലാതെ തൊൽക്കനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു, നേർവീതി എന്ന തെരുവിൽ, ആകയാൽ നീ എഴുന്നേറ്റ് എന്ന് അവന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അനനിയാസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ വിശ്വാസിയെ കർത്താവ് പറഞ്ഞയക്കുമ്പോൾ പറയാണ്, അവൻ എന്റെ നാമം ഇസ്രായേൽ മക്കൾക്കും ജാതികൾക്കും നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും അറിയിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമാകുന്നു. അവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവിടെ വെച്ച് അവനെ അറിയിക്കും എന്ന് പറയുന്നു. അപ്പോൾ അവന്റെ മാനസാന്തര ദിവസം തന്നെ ദൈവം രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും ഇസ്രായേൽ മക്കളുടെയും ജാതികളുടെയും മുമ്പാകെ തന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാൻ നിയോഗിച്ച ഈ അപ്പോസ്തലനായ പൗലോസിനെ അതോടുകൂടെ കഷ്ടം സഹിക്കാൻ ഒരു വരവും കൂടെ നൽകിയിരുന്നു. ഇത് മനസ്സിലാക്കിയ പൗലോസാണ് പറഞ്ഞത് ഫിലിപ്പിയ ലേഖനത്തിൽ ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു എന്ന്. വാസ്തവത്തില് ദൈവം ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് നൽകിയിരിക്കുന്ന ഒരു
നിശ്ചയമായും പരിശോധനകളും കഷ്ടതകളും ഉണ്ടാകും എന്നാണ് പറയുന്നത്. പത്രോസിന്റെ 1-ലേഖനം 1-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ കൂടെ ഈ ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, ശ്രദ്ധിക്കുക, ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, അടുത്ത വായിക്കുന്നത്, ഞാൻ ആനന്ദിക്കുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിയുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയെന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും ദേശനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അല്പനേരത്തേക്കുള്ള ഈ വലിയ പരിശോധന എന്നാണ് പത്രോസിനെ കുറിച്ച് പറയുന്നത്. ഞാനിവിടെ ഓടിച്ച് 5-6 കാര്യങ്ങൾ, വിശേഷാൽ നമ്മുടെ ജീവിതത്തില് നാം അനുഭവിക്കുന്ന പരിശോധന അല്ലെങ്കിൽ കഷ്ടത, അതിനെക്കുറിച്ച് ഒരു 6-7 അത്യാവശ്യ കാര്യങ്ങൾ വളരെ കമ്മിവാചകം പോലെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണ് ഈ പറയപ്പെട്ട യാക്കോബും പത്രോസും പറയുന്ന പരിശോധന? ജീവിതത്തിലെ പരിശോധനയുടെ സംക്ഷിപ്ത ഭാവം. 1, ജീവിതത്തിലെ പരിശോധനകൾ അത് നിർബന്ധിതമായും ദൈവം നമുക്ക് തരുന്നതാണ്. ഏതൊരു ദൈവവേദനെ സംബന്ധിച്ചും അവന്റെ ജീവിതത്തിൽ പരിശോധനയുടെ താഴ്വര അവനുണ്ട്. അത് അവൻ പ്രത്യേകം മനസ്സിലാക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുയേശു വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ വായിക്കുമ്പോൾ നിശ്ചയമായും ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ അവൻ സാക്ഷാൽ വിശ്വാസിയാണെങ്കിൽ, ദൈവവചന പ്രകാരം നിൽക്കുന്നവനാണെങ്കിൽ, യാതൊരു കാരണവശാലും വചനത്തോട് കോംപ്രമൈസ് ചെയ്യത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ, അവന് കർത്താവിനോടും സ്വന്തം മനസാക്ഷി വിശ്വസ്തയുള്ളവനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, കോംപ്രമൈസ് ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ എന്തുണ്ടാകും? നിശ്ചയമായും അവന്റെ ജീവിതത്തിൽ പരിശോധനകൾ ധാരാളം ഉണ്ടാകും. അതാണ് ഇവിടെ പൗലോസ് നിങ്ങൾ നാനാ
ഇതേ ദൈവം പരീക്ഷ നിങ്ങൾക്ക് നൽകാതെ പരീക്ഷയോടുകൂടെ എന്ത് ചെയ്യും? പോക്കുവഴിയും കൂടെ നൽകും. അപ്പൊ ഒരാൾക്ക് എത്രമാത്രം ബേർഡനാണ് ചുമക്കാൻ ത്രാണിയുള്ളത് എന്ന് അറിയാം. ചുമക്കാൻ കഴിയാത്ത ഭാരം നമ്മുടെ മുതുകിന്മേൽ വെച്ചിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തി അത് കണ്ട് രസിക്കുന്ന ആളല്ല ദൈവം. ദൈവം സ്നേഹനിധിയാണ്, കരുണാനിധിയാണ്. എന്നാൽ നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ, പരിശോധന കാണുമ്പോൾ, കർത്താവ് ഇത് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് എന്ന് നമ്മൾ വിലപിക്കുകയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സമ്മർദ്ദപ്പെടും, നമ്മൾ നിരാശപ്പെടും, സങ്കടപ്പെടും, ദൈവത്തോട് നമ്മുടെ ആവലാതികളൊക്കെ പറയും. ദാവീദ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞു. 13-ാം സങ്കീർത്തനം വായിച്ചു നോക്കിയാൽ മതി. അവിടെ യഹോവേ, ഞാൻ നിന്നെ കാണാതെ വണ്ണം നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതെന്ത്? യഹോവേ, നീ ദൂരത്ത് മാറി നിൽക്കുന്നതെന്ത്? ശത്രു എന്നെ ഞെരുക്കുന്നത് നീ കാണുന്ന എന്ത് എന്നെല്ലാം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോഴും ദൈവം പറയാണ്, ദീസ് ആർ ദി ട്രയൽസ് വിച്ച് ഐ ഹാവ് ഗിവൺ ഇൻ യുവർ ലൈഫ് വിച്ച് ഐ നോ ദാറ്റ് യു ക്യാൻ ബെയർ വിത്ത്. നിനക്ക് ഇത് സഹിക്കാൻ കഴിയും എന്ന് എനിക്കറിയാം. ഞാൻ അതിന്റെ അത്രയും മാത്രമേ നിനക്ക് നൽകിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 4 ട്രയൽസ് ആർ ടൂൾസ് ഫോർ അവർ അഡ്വാൻസ്മെന്റ് ഇൻ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്. നമ്മുടെ വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി, അതായത് വിശ്വാസം നാം ഉറക്കേണ്ടതിനു വേണ്ടിയും സഹിഷ്ണുതയുള്ളവരായി നാം വർദ്ധിച്ചു വരുന്നതിനു വേണ്ടിയും ദൈവം നമുക്ക് നൽകുന്ന ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങളാണ്, അല്ലെങ്കിൽ ഉപാധികളാണ് ജീവിതത്തിലെ പരിശോധനകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവിനെ വലിയവനായ ദൈവം പരീക്ഷിച്ച പരീക്ഷാഭിധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, നിന്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ തന്നെ കൊണ്ടുപോയി എന്ത് ചെയ്യുക? മോറിയ മലയിൽ യാഗം കഴിക്കുക എന്ന് പറഞ്ഞു. ആഫ്റ്റർ ഇറ്റ് കെയിം ടു പാസ് ആഫ്റ്റർ ദീസ് തിങ്സ് ദാറ്റ് ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം എന്നാണ് വായിക്കുന്നത്. ഫെയ്ത്ത് കനോട്ട് ബി ടെസ്റ്റഡ്, കനോട്ട് ബി ട്രസ്റ്റഡ്. അതായത് പരീക്ഷിച്ച് വെളിപ്പെടുത്താൻ കഴിയാത്ത വിശ്വാസത്തെ ഒരിക്കലും നമുക്ക് ആശ്രയിക്കാം.
നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിയായ ദർശനവും ശരിയായ വചനത്തിന്റെ കാഴ്ചപ്പാടും മറ്റുള്ള ആളുകളെക്കാൾ കുറെ കൂടെ വചനത്തോടുള്ള അമിതമായ സ്നേഹവും ഭക്തിയും വിധേയത്വവും സമർപ്പണമുള്ള ദൈവഭക്തന്മാർക്ക് ധാരാളം ശൂലങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. മനോവേദനകൾ, ശരീരത്തിലേക്ക് പ്രയാസങ്ങൾ, കായിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, തിരോധനങ്ങൾ, ഭീഷണികൾ, ഉപദ്രവങ്ങൾ, ഇതൊക്കെയുണ്ട്. ഇതെല്ലാം സഹിക്കണം. ഈ 7 കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഒന്ന്, ട്രയൽസ് ആർ ഇനവിറ്റബിൾ, അത് ജീവിതത്തിൽ പരിശോധന ജീവിതത്തിന് അനിവാര്യമാണ്. 2, ദേ ആർ ടെമ്പററി, അത് അല്പകാലത്തേക്കുള്ളതാണ്. 3, അതാണ് പൗലോസ് തൊടുനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യധനം ഞങ്ങൾക്ക് ലഭിപ്പാൻ ഹേതുവാകുന്നു. 3, ട്രയൽസ് ആർ മാനിഫോൾഡ്, വിവിധ നിലയിൽ നാനാ വിധത്തിലുള്ള പരീക്ഷകളും പരിശോധനകളും നമുക്കുള്ളത്. ട്രയൽസ് ആർ ഗോഡ് കൺട്രോൾഡ് ഡെസ്പൈറ്റ് വാട്ട് ദ കൈൻഡ് ഓഫ് ഇറ്റ് ബി, അത് ഏത് നിലയിലുള്ള പരിശോധനകളായാലും അത് ദൈവമാണ് ആത്യന്തികമായി നിയന്ത്രിക്കുന്നത്. സഹിക്കാൻ കഴിയുന്നതിനും മീതെ, വഹിക്കാൻ കഴിയുന്നതിനും മീതെയുള്ള പരിശോധന കർത്താവ് നമുക്ക് നൽകിയില്ല. 5, ട്രയൽസ് ആർ ടൂൾസ് ഫോർ അവർ അഡ്വാൻസ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്, നമ്മുടെ വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ ടൂൾസുകളാണ് ഈ പരിശോധന. 6, ട്രയൽസ് ആർ അവർ ആമേഴ്സ് ഫോർ മിനിസ്ട്രി ഓഫ് കംഫോർട്ട്, മറ്റുള്ള ആളുകളെ, വിവിധങ്ങളായ കഷ്ടങ്ങളിൽ കടന്നു പോകുന്ന ആളുകളെ ആശ്വസിപ്പിക്കുവാനായി കർത്താവ് നമുക്ക് തരുന്ന ഒരു നല്ല ആയുധമാണ് ഈ കഷ്ടത. നമുക്ക് ലഭിച്ച ഈ കഷ്ടത കൊണ്ട് കഷ്ടങ്ങളിലായിരിക്കുന്ന പലരെയും ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഞാൻ പറയുമ്പോൾ, പട്ടിണി കിടന്നിട്ടുള്ളവന് ജീവിതത്തിൽ കാശുണ്ടായി കഴിയുമ്പോൾ അവൻ പട്ടിണി കിടക്കുന്നവനോട് മനസ്സിലുള്ളവനായി തീരും. കാര്യം അവന്റെ പട്ടിണിയും ബുദ്ധിമുട്ടും അവന് മനസ്സിലാകും. അതുപോലെ വിവിധങ്ങളായ ക്ലേശങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ ഭാരങ്ങളെ, ആ ജീവിത ഭാരങ്ങളിൽ കടന്നുപോയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പിതാക്കന്മാരുടെയും ഒക്കെ തലമുറയിൽ പട്ടിണിയും പൈതാകവും പ്രയാസവും കഷ്ടതയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അത് അവരുടെ മക്കളായി ജനിച്ച് നമുക്ക് അങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളോട് ഒരു മനസ്സലിവും അങ്ങനെയുള്ളവരെ സന്ദർശിക്കാനുള്ള